ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബന്ധം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഒരു 7 വർഷം മുമ്പേ അങ്ങനെയാണ് ഇവർ കൊടുങ്ങല്ലൂരേക്ക് മാറിയത്. ഹലോ, കുറച്ച് മുൻപ് മസ്താനിയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അതായത് മസ്താനിക്കെതിരെ ഒരു തെളിവും ഇല്ലാത്ത വോയിസ് മാത്രം വെച്ചിട്ട് ഒരു സ്ത്രീ വന്ന് അലിഗേഷൻ നടത്തുന്നത്. ഇവർ ഇപ്പം രേണുസുധിയുടെ ഈ ആർമി ഫാനിൽ വന്ന വീഡിയോയിൽ ഇവർ വല്ല തെളിവ് കൊടുത്തതായിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് അവരുടെ കുറേ ചാറ്റ്, അതിൻ്റെ പിറകെ കുറച്ച് വോയിസ്, പിന്നെ മസ്താനിയുടെ സിസ്റ്ററുടെയും ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വോയിസ് അയച്ചു കൊടുത്ത സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മസ്താനി എങ്ങാനും കൊണ്ടുപോയി ക്യാരക്ടർ അസാസിനേഷന് കേസ് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ ഇതിങ്ങനെയാണ് എന്ന് തെളിയിക്കാനുള്ള പ്രൂഫുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടോ? നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലേ ഇന്നൊക്കെ ഇല്ലാണ്ടാക്കും. അത് അവിടെ വിചാരിച്ചാൽ എന്നെ എന്താക്കാനാ അവള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഈ സ്ത്രീക്ക് മസ്താനിയോടോ അല്ലെങ്കിൽ മസ്താനിയുടെ ഫാമിലിയോടോ എന്തോ ഒരു പേഴ്സണൽ റിവഞ്ച് ഉണ്ട്, അത് ഉറപ്പാണ്. അത് അവരുടെ വോയിസിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് ഇവരോടായിട്ട് പേഴ്സണൽ റിവഞ്ച് ഉണ്ട്. ആ ഒരു പേഴ്സണൽ റിവഞ്ച് വെച്ചിട്ട് അവരിപ്പോൾ ഇങ്ങനൊരു വന്നൊരു അലിഗേഷൻ പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരാൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ അവരുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ പൊങ്ങി വരും എന്നുള്ളത് സത്യമാണ്. എന്ന് കരുതി ഒരു പ്രൂഫും ഇല്ലാത്ത ഒരു കാര്യം ഇവർ വന്ന് വിളിച്ച് പറയുമ്പോൾ അത് ഏത് രീതിയിൽ എടുക്കണം? ഇവരുടെ പേഴ്സണൽ റിവഞ്ചായിട്ട് എടുക്കണോ, അല്ല മസ്താനിയുടെ ഫാമിലി ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ എടുക്കണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഉമ്മയെ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ഇവരുമായിട്ട് എന്തോ പേഴ്സണൽ റിവഞ്ച് ഉണ്ട്. അത് ഇവർ തന്നെ പറയുന്ന കാര്യമാണ്. കൊച്ചിക്കാരിയാണല്ലോ. ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബന്ധം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഒരു 7 വർഷം മുമ്പേ അങ്ങനെയാണ് ഇവർ കൊടുങ്ങല്ലൂരേക്ക് മാറിയത്. മുക്കുബന്ധം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ, കൊച്ചിയിലെ പത്തനംതിട്ടയിലെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബന്ധം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ആൾക്കാർ അന്വേഷിച്ചപ്പോ ID പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ 1 ഗ്രാം തങ്കത്തിപ്പൊതിന ആഭരണം ഉണ്ടല്ലോ, അതായിരുന്നു. ഇവരെടുക്കുന്നില്ല. 5 പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആളില്ലേ, എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത്, അയാളുടെ ജോലി പോയിട്ട്. അതുവരെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിയിൽ മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക്. അങ്ങനെയാണ് ഇവള് മസ്താനി എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത്. കൊച്ചിയിലെ വരാൻ പറ്റൂല ഇരിക്കുന്നു. കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയെന്നും ഉമ്മയെന്നും ഫേസ് എവിടെയും റിവീൽ ചെയ്യാത്തത്. ഇവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, വെറും വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്, ഇത് എത്രമാത്രം വിശ്വസിക്കണം എന്നുള്ളത് ഇത് കേൾക്കുന്ന അവർ തീരുമാനിക്കുക. മസ്താനിയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പം എല്ലാം കൂടെ മസ്താനിയുടെ നെഞ്ചത്തോട്ട് ഇട്ട് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ മാത്രം അഭിപ്രായം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. കാരണം ഇവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ഇവർ വാഗുകൊണ്ട് പറയുന്ന കാര്യമാണ്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മസ്താനിയുടെ ഫാമിലിയോട് ദേഷ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം എന്നുള്ളത് ഇത് കേൾക്കുന്നവർ ചിന്തിക്കുക. അത്രേ പറയാനുള്ളൂ. ശരി, എന്നാൽ ടാറ്റാ.